മാല അടിയിൽ കിടക്കുന്ന മാലയല്ലേ? അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് നോക്കാം. ഫോൺ കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പഴയേരൂരിൽ വീട്ടിൽ നിന്നും പട്ടാപ്പകൽ താലിയും മാലയും ഉൾപ്പെടുന്ന സ്വർണ്ണാഭരണവും 40,000-ഓളം രൂപയും കവർച്ച ചെയ്ത കേസിൽ അപ്രതീക്ഷിത വഴിത്തിരിവ്. കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കുന്നതിനിടെ കവർച്ച പോയ പണവും ആഭരണവും വീടിന് സമീപത്തെ കുറ്റിക്കാട്ടിലെ കുളത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കണ്ടെത്തി. ഞായറാഴ്ച വൈകിട്ടോടെയാണ് പഴയേരൂർ ചരുവിളപുത്തൻ വീട്ടിൽ വയോധികരായ വിജയൻ, കാർത്തിക ദമ്പതികളുടെ വീട്ടിൽ കവർച്ച നടന്ന വിവരം പുറത്തറിയുന്നത്. വൈകിട്ട് 5-നും 6-നും ഇടയിലായിരുന്നു കവർച്ച. ഈ സമയം വിജയൻ കടയിലേക്കും കാർത്തിക കുളിക്കുന്നതിനുമായി പോയിരുന്നു. കവർച്ച ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇടപെടുകയും ഉടൻ വിവരം ഏരൂർ പോലീസിൽ അറിയിക്കുകയും ചെയ്തു. കേസിൽ പരാതിക്കാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ പോലീസ് അന്വേഷണം ഊർജിതമാക്കവേ തിങ്കളാഴ്ച വൈകിട്ടോടെ കവർച്ച ചെയ്ത പണവും ആഭരണവും വീടിന് 100 മീറ്റർ അകലെ കുറ്റിക്കാട്ടിൽ കുളത്തിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ബന്ധുക്കൾ തന്നെ കണ്ടെത്തുകയായിരുന്നു. പണവും ആഭരണവും തിരികെ കിട്ടിയതോടെ ഇനി പരാതിയില്ലെന്ന നിലപാടിലാണ് വീട്ടുകാർ. കിട്ടിയാലും കിട്ടിയാലും തോന്നിയാലും കിട്ടിയത് നന്ദി. കിട്ടിയത് വളരെ നല്ല കാര്യം. നമ്മളെ ആരും കിട്ടാതെ ഇരിക്കണ്ടല്ലോ, കൊണ്ടുപോവുകയില്ല. ആരെയും സംശയമില്ല. കിട്ടുന്നെങ്കിൽ കിട്ടില്ല, ഇല്ലെങ്കിൽ പോട്ടെ, ഇതേ ഉള്ളൂ. അതേസമയം പോലീസ് അന്വേഷണത്തിൽ വീടിനെ കുറിച്ച് കൃത്യമായി അറിയുന്ന ഒരാളാകാം കവർച്ചയ്ക്ക് പിന്നിലെന്ന നിഗമനത്തിലേക്ക് എത്തുകയും പ്രതി പിടിയിലാകുമെന്നും ഉറപ്പായതോടെ കവർച്ചാ മുതലുകൾ കവർച്ച നടത്തിയാൽ തന്നെ അവിടെ കൊണ്ട് ഉപേക്ഷിച്ചതാകാമെന്ന നിഗമനത്തിലാണ് പോലീസും നാട്ടുകാരും, വിഷയത്തിൽ ഇടപെട്ട പൊതുപ്രവർത്തകരും. നാട്ടുവാർത്ത, ഏരൂർ.